ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫിലിപ്പ് മമ്പാടിനെ കുറിച്ചാണ്. ഇപ്പോൾ നമുക്ക് റീസെൻ്റായിട്ട് പോക്സോ കേസിൽ ഫിലിപ്പ് മമ്പാട് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പം അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇപ്പം മീഡിയയിൽ ഫുള്ളുള്ളത്. ഒരു പോക്സോ കേസിലാണ് അറസ്റ്റായത്. ഒരു പ്രായപൂർത്തിയാക്കാത്ത കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള ഇതിലാണ് കേസ് ഫയൽ ചെയ്തപ്പെട്ടത്. പുള്ളിക്കാരൻ കൗൺസിലിങ്ങിൻ്റെ പേരിൽ ഒരു കുട്ടീനെ അവരുടെ പാരൻസിൻ്റെ പെർമിഷനോട് കൂടിയാണേലും കൗൺസിലിങ്ങിലൂടെ നന്നാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ കൊണ്ടുവരികയും തുടർന്ന് പുള്ളിക്കാരൻ ഒരു മോട്ടിവേഷൻ സ്പീക്കിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോകാൻ ഇരിക്കുമ്പം ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഉണ്ടായത്. അവിടെ വെച്ച് പിന്നെ നാളെ കൂടെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറയുകയും അപ്പം പോയിട്ട് വരുന്നേക്കാട്ടി നല്ലത് ഇവിടെ സ്റ്റേ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാണ് ഉണ്ടായത്. ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ ആ കുട്ടിയിലോട് അച്ഛ എന്ന് വിളിക്കാനുള്ള രീതിയിൽ ആ കൊച്ചിനോട് പറയുകയുണ്ടായി. ആ കുട്ടിക്കും അതൊരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് ഫിലിപ്പ് മമ്പാടിനെ കുട്ടി കണ്ടത്. അപ്പം പിന്നെ പോലീസ് ID കാർഡാണ് ഹോട്ടലിൽ വെരിഫിക്കേഷനായിട്ട് കൊടുത്തത്. കുട്ടി പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് തന്നെ കുട്ടിയുടെ ഒരു ID കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അച്ഛനും മോള് എന്ന നിലയിലാണ് പിന്നെ ഹോട്ടലിൽ റൂം എടുത്തത്. തുടർന്ന് ഈ കുട്ടീനെ പീഡിപ്പിക്കുകയും അതുകൂടാതെ ഈ കുട്ടിയെ ത്രട്ടൺ ചെയ്ത് ഇതാരോടും പറയരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് വീട്ടിൽ ചെന്നിട്ടും ഇത് തുടർന്നുകൊണ്ടിരുന്നു. പിന്നെ കുട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് കുട്ടിയുടെ വീട്ടിലേക്ക് പോയി. ആദ്യം കുട്ടിയുടെ കുറച്ച് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തു, പിന്നെ അവരുടെ മാതാപിതാക്കളോടും ഷെയർ ചെയ്തു. മാതാപിതാക്കളോട് ഷെയർ ചെയ്ത് തുടർന്ന് ഫിലിപ്പ് മമ്പാട് അവരുടെ മുന്നിൽ വന്നിട്ട് ആ കുട്ടിയുടെ പാരൻസിൻ്റെ മുന്നിൽ വന്നിട്ട് കൺഫസ് ചെയ്തു. ഇങ്ങനെ തെറ്റ് പറ്റിപ്പോയി എന്നുള്ള രീതിയിൽ കൺഫസ് ചെയ്യും. തുടർന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും എന്നുള്ള ഭീഷണിപ്പെടുത്തൽ ആ കുട്ടിയുടെ പാരൻസിനോടും ആ കുട്ടിയോടും പറഞ്ഞ് പിന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. തുടർന്ന് ആ കുട്ടിയുടെ പാരൻസ് അത് പോലീസിൽ ഇൻഫോം ചെയ്തതിനെ തുടർന്നാണ് ഫിലിപ്പ് മമ്പാടിനെ അറസ്റ്റ് ചെയ്തത്. നമുക്ക് ഈ ഫിലിപ്പ് മമ്പാടിനെ കുറിച്ച് നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവാണ് ഈ ഫിലിപ്പ് മമ്പാട്. നമുക്കെല്ലാം അറിയാം. മോട്ടിവേഷൻ സ്പീക്കിങ്ങിൽ കൂടെ തന്നെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് കയറിയൊരു വ്യക്തിയാണ് ഫിലിപ്പ് മമ്പാട്. പുള്ളിക്കാരൻ തൻ്റെ യൂട്യൂബ് വരുമാനവും തുറന്നു പറയുകയുണ്ടായി ഒരു സദസ്സിൽ. അതുകൂടാതെ പുള്ളിക്കാരൻ റിട്ടയർഡ് ചെയ്തിട്ട് ഈ കൗൺസിലിങ്ങും മോട്ടിവേഷൻ സ്പീക്കിങ്ങിലും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ഒരു സ്പീച്ച് പറയുകയുണ്ടായി. പുള്ളിക്കാരൻ ഏതാണ്ട് 86,000 എങ്ങാണ്ടാണ് സാലറി കിട്ടുന്നതെന്നും അപ്പം എൻ്റെ സ്ഥലത്ത് 1000 പോലീസ് ഓഫീസർ ഉണ്ടാവും, പക്ഷേ എന്നെപ്പോലെ വേദിയിൽ സംസാരിക്കാൻ പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരൻ കൂടുതൽ ഈ കൗൺസിലിങ്ങും മോട്ടിവേഷൻ സ്പീക്കിങ്ങിനും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി VRS പുള്ളിക്കാരൻ എടുത്തു. ഇതിനെ ചുറ്റിപ്പറ്റി വേറെ എയർലായ ഒരു കാര്യമുണ്ട്. അതായത് ഫിലിപ്പ് മമ്പാട് ഭാര്യയായിട്ട് ഡൈവേഴ്സ് ചെയ്ത് അതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് VRS എടുത്തതെന്നും ഒരു ശ്രുതി കേൾക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര എയർലായ സംഭവമായിരുന്നു. അപ്പം ഈ ഭാര്യ ഡോളി, അതായത് കുറേ കാലം മുന്നേ ഒരു റിയാലിറ്റി ഷോയ്ക്ക് ഈ ഫിലിപ്പ് മമ്പാടും ഭാര്യയും പ്രത്യക്ഷപ്പെടുകയും അവരെ ബെസ്റ്റ് കപ്പിൾക്കുള്ള ഒരു പ്രൈസുമായിട്ടാണ് പിന്നെ മുന്നോട്ട് പോകുന്നത്. തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഇവർ രണ്ടും ഭയങ്കര സജീവമാണ്. അപ്പം ഇവരുടെ ലൈഫ് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ്, മറച്ചു വെക്കാനൊന്നും ഉള്ളതല്ല. ഇവർ അന്ന് മുതലേ സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലാവരും അറിയുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങളും പുറത്ത് ഓരോന്നായിട്ട് ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. അവരുടെ നാട്ടുകാർക്കും ജില്ലയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഇയാളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. പക്ഷേ ഇപ്പോൾ ഒരു വെളുപ്പിക്കൽ നാടകം വന്നിട്ടുണ്ടായിരുന്നു. മകളെയും പിന്നെ
ഭാര്യ ഡോളിയെയും കൂട്ടിയിട്ട് ഞങ്ങൾ ഡൈവോഴ്സ് ഒന്നും ആയില്ല, ഞങ്ങളിപ്പോഴും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ഡോളി പറഞ്ഞു എൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എനിക്ക് പോകേണ്ടി വരുമ്പോൾ മാത്രമാണ് ഞാൻ വീട്ടിലില്ലാത്തത്, അങ്ങനെയൊക്കെ പറയുകയുണ്ടായിരുന്നു. അപ്പം ഇവർ 2024 ഡൈവേഴ്സ് ആയി എന്നുള്ള വ്യക്തമായിട്ട് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർ ഒരുമിച്ചാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ഡൈവേഴ്സ് ആയാലും അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു ലീഗൽ സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം പിന്നെ സ്വന്തം ഭർത്താവിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സംഭവങ്ങൾ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. മകളെയും കൂട്ടിയിട്ട്, മകളും കൂടെ കൂടിയാണ് മീഡിയയ്ക്ക് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഇത്ര വെളുപ്പിക്കൽ നാടകം നടത്തിയാൽ പോലും ഇത് ചെയ്തത് തെറ്റല്ലാതാകുന്നില്ല. ഇപ്പം ഇന്ന് ന്യൂസ് പുറത്ത് വന്നിട്ടുണ്ട്. അതായത് ശരിക്കും പോലീസുകാരുടെ ഇൻവെസ്റ്റിഗേഷനിൽ ഈ ID കാർഡ് മിസ്യൂസ് ചെയ്തതായിട്ടും പിന്നെ കുട്ടിയുടെ പാരൻസിനോട് ഫിലിപ്പ് മമ്പാട് കൺഫസ് ചെയ്തതായിട്ടും വ്യക്തമായിട്ടും പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനെ സമൂഹത്തിലൊരു പകൽമാന്യനായിട്ട് നടക്കുന്ന ഒരു ഇദ്ദേഹം നല്ല മോട്ടിവേഷൻ സ്പീക്കിംഗ് ഒക്കെ ആയിട്ടും ഖുറാൻ വരെ നന്നായിട്ട് സംസാരിക്കും. അത്രയും വിദഗ്ധനാണ് ഖുറാനിലും ഒക്കെ. മലപ്പുറം ജില്ലയിലായിക്കൊണ്ട് തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റീനെ പോലും കയ്യിലെടുക്കാൻ ഈ പുള്ളിക്കാരൻ അമ്മാതിരി കളിയാണ് കളിച്ചുകൊണ്ടിരുന്നത്. കാരണം ഭയങ്കരമായിട്ട് എല്ലാം അറിയുന്ന ഒരാളായിട്ടും കൗൺസിലിംഗിലൂടെ ഒരുപാട് പേരെ നന്നാക്കുന്നതായിട്ടൊക്കെയാണ് ഇയാൾക്കുണ്ടായിരുന്ന ഇമേജ്. നമ്മളൊക്കെ ചിലപ്പോൾ കാണുമ്പോൾ വിചാരിക്കേണ്ടത് ഇയാൾ കുറച്ച് ഓവറല്ലേ. ആസ് എ പോലീസ് ഓഫീസർ, പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലെ SI ആയിരുന്നു ഇദ്ദേഹം. അപ്പോൾ ആസ് എ പോലീസ് ഓഫീസർ ഇയാൾ കുറച്ച് ഓവറല്ലേ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള ചിലർക്ക് നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറായിട്ട് ഇയാളെ ഒരുപാട് പേര് മനസ്സിൽ ആരാധിക്കുന്നൊരു വ്യക്തിത്വമാണ് അയാൾ. അവർക്കൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പോലും കഴിയില്ല ഇതേപോലെ ഒരു തെമ്മാടിത്തരം ഇയാൾ കാണിക്കുന്നു എന്നുള്ളത്. അതുകൂടാതെ തന്നെ വേറെയും മീഡിയയിലൊക്കെ, സോഷ്യൽ മീഡിയയിലൊക്കെ പൊന്തി വരുന്നുണ്ട്. ഏതൊരു സ്ത്രീയെ പറ്റിച്ചൊരു കുട്ടിയുള്ളൊരു സ്ത്രീയെ പറ്റിച്ചതായിട്ടും അവർക്ക് ഏതാണ്ട് 10 ലക്ഷം രൂപയോളം പുള്ളിക്കാരെ തട്ടിയെടുത്തിട്ട് അതിൽ നിന്ന് 6 ലക്ഷം കണ്ട് തിരിച്ചു കൊടുത്ത് ബാക്കി 4 ലക്ഷം കൊടുക്കാനുണ്ടെന്നും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. അത് രേഖയായിട്ട് ഇതുവരെ സ്റ്റേഷനിലോ ഒന്നും എത്തിപ്പെട്ടിട്ടില്ല. ഇനി തുടർന്നുള്ള അന്വേഷണത്തിലായിരിക്കും ഇതേപോലെ വേറെയും ആൾക്കാരെ പീഡിപ്പിച്ചിട്ടുണ്ടോയെന്നോ അല്ലെങ്കിൽ വേറെ പൈസ തട്ടിയെടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പുറത്ത് വരിക. പക്ഷെ നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരാളുടെ മോട്ടിവേഷണൽ വീഡിയോസോ ഇതോ അയാളെ കേട്ടെന്ന് കരുതി നമ്മൾ ഒരിക്കലും അയാൾ ഇങ്ങനത്തെ ഒരാളാണെന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂലല്ലേ. അപ്പോൾ അത്ര പകൽമാന്യന്മാരുള്ള കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതുകൂടാതെ തന്നെ ഈ പാരൻസ് സ്വന്തം അച്ഛനെ പോലെ വിശ്വസിച്ചായിരിക്കും ഈ ഫിലിപ്പ് മമ്പാണ്ട് ഇപ്പോൾ ആ കുട്ടിയെ വിട്ടിട്ടുണ്ടാവുക. ഇയാൾ ഇമാതിരി ചറ്റത്തരം കാണിക്കുന്ന ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നോക്കി ഇതേപോലെയുള്ള കുറേ ഫിലിപ്പ് മമ്പാടന്മാരുണ്ട്. അവരെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്.